നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമാണ്. LDFിനുണ്ടായ തിരിച്ചടി ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കൾ. ജനവിധി വിനയത്തോടെ സ്വീകരിക്കുകയും അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുകയും അതിനനുസരണമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചുമതല. LDF ഈ ജനവിധിയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തേണ്ടത് തിരുത്തും, വർദ്ധിത വീര്യത്തോടെ ജനങ്ങൾക്കായി പൊരുതും, കൂടുതൽ കരുത്തോടെ തിരിച്ചുവരും. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ കാലം സൃഷ്ടിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു. അസാധ്യമെന്ന് കരുതിയ പല സ്വപ്ന പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയ സർക്കാരാണ് LDF സർക്കാർ. ആ സർക്കാരിന് തുടർച്ചയുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധന അനിവാര്യമാണ്. ഈ ജനവിധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇടതുപക്ഷം അതിന്റെ രാഷ്ട്രീയമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകും. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി കൂടുതൽ വർദ്ധിക്കുന്ന കാലമാണിത്. തീവ്ര വലതുപക്ഷ വർഗീയ ശക്തികൾ അതിന്റെ സ്വാധീന വലയം രാജ്യമാകെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് രാജ്യത്ത് സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാകുന്ന ജനവിരുദ്ധ നയങ്ങൾ ഭരണാധികാരികൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം കൂടുതൽ ശക്തമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ജനപക്ഷത്ത് നിൽക്കാൻ, മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ, മാനവികതയുടെ പക്ഷം ചേരാൻ ഇടതുപക്ഷം മാത്രമേയുള്ളൂ. നേരിന്റെ രാഷ്ട്രീയം ഒരിക്കലും അപ്രസക്തമാകുന്നില്ല. ഒരു പരാജയം കൊണ്ടില്ലാതാകുന്നതല്ല ആ ശരിയുടെ രാഷ്ട്രീയം. പരാജയം ഒന്നിന്റെയും അവസാനമല്ല, അത് പുതിയ പോരാട്ടങ്ങളുടെ തുടക്കമാണ്.